സേവനാറാളെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽജി, മറ്റ് വേദിയിലിരിക്കുന്ന മഹാവേദികളെ കൂടുതൽ വിവരങ്ങൾ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെയും പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. മഹത്വ വ്യക്തികളെ, അതുപോലെ തന്നെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്ത ശ്രീ ഡോക്ടർ CR ഗോവിന്ദകുട്ടി സാർ, ഏറ്റവും പ്രിയങ്കര ഗോപാലകൃഷ്ണൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് മുൻപന്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൂടുതലായിട്ടും ഗോപാലകൃഷ്ണൻ പഠിക്കാൻ. അങ്ങനെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗോപാലകൃഷ്ണൻ്റെ എല്ലാ ഗീതകാംക്ഷകൾക്കും വേണ്ടി വിനീതമായ നമസ്കാരം. അനുസ്മരണം അല്ലെങ്കിൽ ഒരു നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തികൾ നമ്മൾ മറക്കാതിരിക്കുക. അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾ നല്ലതും ചീത്തയും ഉണ്ടായിരിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളത്. അതിൽ നല്ലത് സ്വാംശീകരിക്കുക, ചീത്തയെ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ശരിക്ക് ഒരു മാർഗദർശനമായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ തിരോധാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനുസ്മരണം എന്നുള്ള ചടങ്ങിൽ നടത്താറുണ്ട്. ഇവിടെ ഗോപാലകൃഷ്ണൻ എൻ്റെ തൊട്ടു താഴെയുള്ള സഹോദരൻ എന്നുള്ള രീതിയിൽ ആണെങ്കിൽ തന്നെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇത്രയും വലിയൊരു സംഭാവന ചെയ്തതായിട്ടുള്ള, ലോകത്തിലേക്ക് ഇത്രയും വലിയ സംഭാവന എന്ന് പറയാൻ കാരണം ഇടയിൽ ഒരു വാക്ക് ചേർക്കാത്തതെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സനാതനധർമ്മം. ഇന്ന് ലോകമായിട്ട് നിലനിൽക്കുന്നത് തന്നെ സനാതനധർമ്മത്തിൽ കൂടെയാണ്. ആ സനാതനധർമ്മം അറിയാത്തത് കൊണ്ട് നമുക്ക് പലരും ആ ധർമ്മത്തിൻ്റെ അവിടെ അവസാനത്തെ അക്ഷരത്തെ പൂജ്യത്തോടുകൂടി നിൽക്കുകയാണ് നമ്മൾ. അതിനെ ഒരു മാറ്റം കുറിക്കുകയാണ് ഗോപാലകൃഷ്ണൻ്റെ ശ്രമം ഉണ്ടായത്. അതിനുണ്ടായ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ളത് ചില അനുഭവങ്ങൾ ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലായിരുന്നു അഞ്ചാറ് മക്കൾ. എൻ്റെ അമ്മ ഗോപാലകൃഷ്ണൻ്റെ അമ്മ 11 പ്രസവിച്ച് ആദ്യത്തെ 6 കുട്ടികൾ പോയി. എന്നിട്ടാണ് എന്തോ ഒരു ദൈവദോഷത്തിൻ്റെ പേരിൽ ഗുരുവായൂർ ഒരു പ്രശ്നം വയ്ക്കുന്നു. നമ്മുടെ ഒരു അമ്മാവൻ തന്നെ, നമ്മുടെ ബന്ധു തന്നെ അദ്ദേഹം നെയ്യ് ജപിച്ചു കൊടുക്കുകയുണ്ടായി. ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലൊന്നും അന്നത്തെ കാലത്തില്ല. ആ നെയ്യ് ജപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജ്യേഷ്ഠൻ്റെ പ്രസവം നടന്നത്. ആ സമയത്ത് ഞങ്ങൾ കുഴുപ്പള്ളി വൈപ്പിൻകരയിൽ നിന്ന് ഞങ്ങളുടെ താമസം തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി. കാരണം ഞങ്ങളുടെ സമുദായങ്ങളിൽ അധികം ആൾക്കാർ തൃപ്പൂണിത്തുറയിലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജ്യേഷ്ഠനായിട്ട് ശ്രീനിവാസൻ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് ജനിച്ചത്. അവിടെ നിന്നുള്ള ശേഷം മുഴുവൻ കുട്ടികളും ഇന്നും ഗോപാലകൃഷ്ണനാണ് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞുപോയത്. ഞങ്ങളുടെ 6 കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത ശൈലി ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് തൻ്റേതായിട്ടുള്ള ലക്ഷ്യം ചെറുപ്പം മുതൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഞങ്ങൾ വെറുതെ ജ്യേഷ്ഠാനന്ദന്മാരാണെങ്കിലും ഞങ്ങളോ ഞങ്ങളുടെ രക്ഷകർത്താക്കൾ അച്ഛനമ്മമാർക്കൊന്നും അറിയില്ല എന്താണ് ഈ കുട്ടി ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കണ്ണിനൊരു ദീനം വന്നു. പഠിക്കാനാണ്, ആരും ട്യൂഷനോ ഇതൊന്നുമില്ല. പക്ഷെ കണ്ണിനൊരു ദീനം വന്നു. ആ ദീനം വന്നതെന്ന് വെച്ചാൽ വിളക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വന്നോളും. അതുകൊണ്ട് സന്ധ്യ ആയി കഴിഞ്ഞാൽ കണ്ണും കെട്ടിയിട്ട് വീട്ടിന് മുറിയിൽക്കകത്ത് പോയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു 3-4 വർഷം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പുസ്തകത്തിൽ എനിക്ക് സ്വന്തം ആത്മകഥയിൽ ചിലപ്പോൾ ഉണ്ടായില്ല. അത് വല്ലാത്തൊരു അമ്മയ്ക്കുണ്ടായിരുന്ന കാര്യമെന്ന് ഇതിനൊരു 4-5 വർഷം തന്നു. അന്ന് ഈ ആധുനിക ഇംഗ്ലീഷ് ചികിത്സകളൊന്നുമില്ലായിരുന്നു. ഇന്ന് തൃപ്പൂണിത്തുറയിലെ പ്രശസ്തരായ ആയുർവേദ വൈദ്യന്മാരായിട്ടുള്ള ഇതിൻ്റെ ഒരു കഷായം കണ്ണിന് ധാര കൊള്ളുമായിരുന്നു. അങ്ങനെ ഒരു 4 വർഷം ശരിക്കും നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേശ്ശെ അതിന് വേദം കെട്ടി ഇത് വന്നപ്പോഴത്തേക്കും യാദൃച്ഛികമായിട്ട് ഇടത്തെ കയ്യിൽ ഒരു 8-കാലി വിഷത്തിൻ്റെ ഒരു അംശം, അതിൻ്റെ തീവ്രത പിന്നീടാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. 8-കാലി വിഷം അവിടെ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്ന് പറയാൻ കാരണം ആ 8-കാലി വിഷത്തിൻ്റെ മൂത്രമോ ഏതോ മുന്നിലുണ്ടായിരുന്നതിൻ്റെ ഇത് കയ്യിലൊരു അംശം വന്നു. ആ അംശം വന്നു കഴിഞ്ഞപ്പോൾ അത് കണക്കാക്കിയില്ല. അത് പക്ഷേ അത് വളരെയധികം പഴുത്ത് 1-1.5 വർഷം അതിന് ചികിത്സ വേണ്ടി വരുന്നു. അത് പഴുത്ത് കൈ മുഴുവൻ വൃത്തികേടായി പുറത്തേക്ക് സ്കൂളിൽ പോകുമ്പോൾ കൈ വസ്ത്രം മൂടിക്കൊണ്ടാണ് പോകുന്നത്, ആരും കാണണ്ടെന്നുള്ള രീതിയിൽ.
വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അതിന് ധാര കോരി അതിനെ ഈ ഉമ്മത്തിൻകായ മെച്ചമരുന്നാണത്. ഉമ്മത്തിൻകായ വിഷമാണ്. ആ വിഷത്തിനെ വിഷം കൊണ്ട് തന്നെ എടുക്കാമെന്നുള്ളൊരു ശാസ്ത്രം കൂടി അതിലുണ്ട്. അത് അരച്ച് കയ്യിൽ പരത്തിക്കൊണ്ട് നടത്തുന്ന കൂട്ടത്തിൽ ഉൾകുളിതിക്തം നയി അതിൻ്റെ വാസന, അതിൻ്റെ സ്മെല്ല് ഏത് അയൽവക്കത്തുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ പറ്റും. അത് ഏകദേശം ഒരു വർഷം വരെ ഒരു സ്പൂൺ വെച്ച് വെറും വയറ്റിൽ കഴിച്ച് ഈ വിഷത്തിൽ നിന്ന് മുക്തി നേടി. അങ്ങനെ മുക്തി നേടിക്കൊണ്ടാണ് 10ാം ക്ലാസ് വരെ പഠിച്ച് കിട്ടിയതിന് ശേഷം കോളേജിലേക്ക് കയറി. എല്ലാം സ്വന്തം പറയണം. കോളേജിലേക്ക് കയറിയതോടുകൂടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ അച്ഛനെ എന്നെ കഷ്ടപ്പെടുത്തണം, ഞാൻ തന്നെ സമ്പാദിച്ചിട്ട് ഇരിക്കാന്ന് പറഞ്ഞു ട്യൂഷൻ എടുത്ത് തുടങ്ങി. ട്യൂഷൻ എടുത്തുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് അന്ന് പിന്നെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് വലിയ ഫീസൊന്നുമില്ല, 2.25 രൂപയാണ് ഫീസ്. അങ്ങനെ എടുത്ത് പഠിച്ച് പാസ്സായി. കോളേജിലാണെങ്കിൽ കോളേജിന് ശേഷം ചേർന്നവും ഇതേമാതിരി ട്യൂഷൻ എടുത്തുകൊണ്ടാണ് പഠിച്ചത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അല്ലെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഗോപാലകൃഷ്ണൻ്റെ ഡിഗ്രിയെ പറ്റി വിവരിക്കേണ്ടായി. ഗോപാലകൃഷ്ണൻ BSc കഴിഞ്ഞു. BSc നല്ല മാർക്കോടുകൂടി പാസ്സായി കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് MSc ചേർന്നു. MSc ചേർന്നു. ആ പഠിക്കണം എന്നുള്ള വരെ ശരിക്കും നിശ്ചയദാർഢ്യത്തോടുകൂടി ഞാൻ എന്തെങ്കിലും ആവണം എന്നുള്ള ആ ചെറുപ്പമുള്ള മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഗോപാലകൃഷ്ണൻ MSc പഠിച്ചു. ഫസ്റ്റ് റാങ്കോടുകൂടി ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ജയിക്കുകയുണ്ടായി. പക്ഷേ റാങ്ക് കൊടുത്തില്ല. കാരണം അതിൽ വേറൊരാൾ കൂടെ അതേ മാർക്കിൽ വന്നു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞത് 2 പേർക്ക് റാങ്ക് ഉള്ളത് കൊണ്ട് പത്രത്തിൽ റാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റാങ്ക് കൊടുത്തില്ല. മറ്റേ കൊടുത്തില്ല. സ്വാഭാവികം. തനിക്കൊരു വാശിയുണ്ടായിരുന്നു, എനിക്ക് MSc റാങ്ക് മേടിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് വിഷയം മാറ്റിക്കൊണ്ട് രണ്ടാമത്തെ MScക്ക് പഠിക്കാൻ തുടങ്ങിയത്. രണ്ടാമത്തെ MSc പഠിക്കാൻ തുടങ്ങി മാത്സ് ഒരു വിഷയമുണ്ടായിരുന്നത്. ആ വിഷയം സെൻറ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പഠിച്ചിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എക്കണോമിക്സ് സാറായിട്ടുള്ളൊരു പ്രൊഫസർ മത്തായി സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് വ്യക്തിപരമായിട്ട്. പറഞ്ഞ് അവിടെ മാത്സ് വിഷയം എടുത്ത എല്ലാം നേരത്തെ BScയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ MScയോ പഠിച്ചത്. അതുകൊണ്ട് മാത്സ് വിഷയം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ കോളേജിലേക്ക് ഒരു അവമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിൽ മാത്സിൽ വളരെ പൂവറായിരിക്കും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്നത്തെ സെൻറ് ആൽബർട്ട്സ് കോളേജിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ പൊന്നോളി എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ പോയി പറഞ്ഞു, സാറേ അനുജനെ ഒരു അഡ്മിഷൻ അവിടെ വേണമെന്ന്. അപ്പോൾ അതിനെന്താ വാസുദേവൻ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഗോപാലകൃഷ്ണൻ കൂട്ടിക്കൊണ്ട് പ്രിൻസിപ്പലിനെ റൂമിൽ ചെന്നു. ഹീ ഈസ് മൈ സ്റ്റുഡൻറ്റ്, ഹീ വാണ്ട് ആൻ അഡ്മിഷൻ ഫോർ MSc എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, നോ ഇറ്റ്സ് എ മാത്സ് ഈസ് സബ്സിഡിയറി, ഹീ കനോട്ട് ഡു എനിത്തിങ് വിത്ത് ദി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസർ മത്തായി ഗോപാലകൃഷ്ണനോടുള്ള ആ ഇതുകൊണ്ട് പറഞ്ഞു, ഐ പ്രോമിസ് യു ദാറ്റ് ഹി വിൽ സ്കോർ 100% മാർക്ക് ഫോർ മാത്സ് എന്ന് പറഞ്ഞു. ഐ വാണ്ട് ആൻ അഡ്മിഷൻ ഫോർ ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം അടിച്ചു പറഞ്ഞു. അന്നത്തെ പ്രിൻസിപ്പൽ ഞങ്ങൾ 10 മടക്കിക്കൊണ്ട് അഡ്മിഷൻ കൊടുത്തു. ആ പരീക്ഷയിലെ എക്സാക്ട്ലി ആ റിസൾട്ട് വന്നപ്പോൾ 100%. അതിന് ഈ മത്തായി സാറും ഗോപാലകൃഷ്ണനും കൂടി പോയി പ്രൊഫസർ പൊന്നൂലിയെ കണ്ടു കഴിഞ്ഞിട്ട് മൈ സ്റ്റുഡൻറ്റ് ഹാസ് സ്കോർഡ് 100% മാർക്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്തം വിട്ടു പോയി എന്ന് അഭിനന്ദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു MScയിൽ വേറൊരു പ്രശ്നം വന്നാൽ സാർ രണ്ടാമത്തെ MScയിലെ റാങ്ക് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, റാങ്ക് മേടിച്ചു. പക്ഷേ അന്നത്തെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ അവർ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് MSc, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസേഷൻ ഇൻ MSc, സോ വി കനോട്ട് ഗിവ് എ റാങ്ക് എന്ന് പറഞ്ഞു. അപ്പം ജീവിത ചരിത്രത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കാര്യം ഞാൻ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ, അത്രയ്ക്ക് അധികം മുന്നോട്ട്. അപ്പം ഈ കാലഘട്ടത്തിലെല്ലാം ഗോപാലകൃഷ്ണന് ഒരു നിശ്ചയദാർഢ്യം, ഞാൻ സംതിങ് ആവണം എന്നുള്ളത്. ഞാൻ വേറൊരു കാര്യം നോക്കിയതെന്ന് വെച്ചാൽ അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന് പുസ്തകമൊന്നും കെട്ടിക്കൊണ്ടുപോയില്ല, ഒരു ഫയലാണ്. ആ ഫയലിൻ്റെ പുറത്ത് ഒരു നെയിം പ്ലേറ്റ് അതിൻ്റെ പേര് ഏതാ ഡിഗ്രി എന്താ പഠിക്കുന്നത്, അത് കോളേജിൽ നിന്ന്. ഇവൻ ആ സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ അനുജനാനുള്ള ഇവന്ന് പറഞ്ഞോട്ടോ, അതല്ലാണ്ട് അതിൻ്റെ ജീവിതചരിത്രത്തിൽ ഒരു മഹവ്യക്തി തന്നെയാണ്. അതിൽ അന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ഞാൻ മാത്രം എന്നുള്ളത്. അതിൻ്റെ ഒരു പേപ്പർ കട്ടിങ്, ചെറിയ പേപ്പർ കട്ടിങ് എടുത്തിട്ട് ഈ നെയിം പ്ലേറ്റിൻ്റെ അവിടെ അത് ഒട്ടിച്ചു ആ ഫയലിൽ, ഞാൻ മാത്രമാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും അത് തിരിച്ചു പറയാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ന് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേട്ടിരിക്കുന്നവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ഗോപാലകൃഷ്ണനെ മാതിരിയുള്ള ഒരു വ്യക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് അന്ന് ആ ഫയലിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഫോട്ടോയിലായി ഒട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം ഇതേമാതിരി തന്നെ MSc കഴിഞ്ഞപ്പോൾ PhD ചെയ്യണം.
വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് കുറച്ച് ദേഷ്യം വന്നു തുടങ്ങി. വെറുതെ പരീക്ഷയും കഴിഞ്ഞ് ജോലിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു എഴുത്ത് അച്ഛൻ എന്നെ വല്ലാണ്ട് ദേഷ്യം പറ്റുന്നുണ്ട്, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ജോലി കിട്ടാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഹൈദരാബാദിലേക്ക് വണ്ടി കയറി PhDക്ക് വേണ്ടി കയറി. PhD അവിടെ PhD ചെയ്തു. ഡോക്ടർ ലക്ഷ്മിനാരായണൻ അദ്ദേഹത്തിൻ്റെ ഗൈഡിലാണ് PhD ചെയ്യുന്നത്. PhD ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചിക്കൻ ബോക്സ് വന്നു. ഒരു മനുഷ്യനില്ലാന്നാണ്, ഒരു ചെറിയ റൂമിലാണ്. പിന്നെ ജീവിതം മുഴുവൻ ഞാൻ എടുത്തു പറയേണ്ട കാര്യം ഒരു സാധാ ജീവിതമായ ഒരു ചെറിയ ജീവിതം. ഒരു ഷർട്ട് വേണമെങ്കിൽ 2 ഷർട്ട് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ വേറെ ഒന്നും വേണ്ട. ആ ഷർട്ട് മറിച്ചും തിരിച്ചും സ്വമേധ വാഷ് ചെയ്തും വിടുന്ന ഒരു ജീവിതം അത് നമ്മുടെ കുടുംബത്തിൽ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. കാരണം അതേമാതിരിയുള്ള ഒരു ജീവിതത്തിലാണ് നമ്മൾ വിട്ടിട്ട് വന്നത്. ആ കാലഘട്ടത്തിലൊക്കെ വേറെ പലതൊക്കെ ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിൽ 1-2 പശു ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പാശ് കറന്നു കഴിഞ്ഞാൽ അവിടെ തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് രാജകുടുംബാംഗങ്ങളുടെ വീട്ടിൽ പാല് കൊടുക്കണം. 5 മണിക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊടുത്തില്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും. അപ്പോൾ ഞങ്ങളെത്തോളം ഇന്ന് ഞങ്ങൾ അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾ അതിൻ്റെ ആ സുഖം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. കാരണം അന്ന് ആ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നിങ്ങൾ അച്ഛനും പറയാറുണ്ട്, നിങ്ങൾ നാളെ നല്ലവരാവാൻ നല്ലവരായി ജീവിച്ചോളൂ, പക്ഷേ നാളെ ഒരു കഷ്ടകാലം വരികയാണെങ്കിൽ അതിനെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ഉപദേശം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയോടൊപ്പം തന്നെ ഞങ്ങൾ 5 ആൺമക്കളും ഒരു സഹോദരിയാണ് എങ്കിൽ താഴെ. അമ്മയെ സഹായിക്കാനായിട്ട് ഞങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏത് കറി വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നുള്ള ഒരു സമ്പാദ്യം അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നു. അവിയൽ വേണമെങ്കിൽ അവിയൽ, കാളൻ, ഓരൻ, എരിശ്ശേരി, പുളിശ്ശേരി, പായസം, സ്വീറ്റ്സ് ഏത് വേണമെങ്കിലും ഞങ്ങൾ ആർക്കും ഏർക്കും ഹൃദയസ്ഥമാണ്. എല്ലാം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പഠിച്ചിരിക്കുന്നതായിട്ട് വിളിക്കുകയാണ്. ഇന്ന് ഞാനത് ഓർമ്മിക്കുന്നത് കുട്ടികളെ, നമ്മളുടെ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. ആ കുട്ടികളുടെ വളർച്ച അച്ഛനമ്മമാരിൽ കൂടെ തന്നെയാണ് എന്ന് ഗോപാലകൃഷ്ണൻ തന്നെ രക്ഷകർത്താക്കൾക്കുള്ള ഉപദേശങ്ങൾ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. 10 പ്രാവശ്യം വായിച്ചാൽ അത് മതിയാവില്ല. അങ്ങനെയുള്ളൊരു ഒരു ഭാഗമൊന്നും കൂടി ഗോപാലകൃഷ്ണൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. അവിടെ ചെന്ന് 8 വർഷം ഹൈദരാബാദിൽ ചെയ്യുമ്പോൾ ചെയ്തു. പക്ഷേ പഠിത്തത്തിൽ അന്നും അതിന് നിലവാരം പുലർത്തിക്കൊണ്ടിരുന്നു. അതിന് 8 വർഷത്തിൻ്റെ കാലത്ത് 20 ദിവസം പക്ഷേ ചിക്കൻ ബോക്സ് വന്നിട്ട് 20 ദിവസം ഒരാളോടും പറയാണ്ട് പുള്ളി ഒറ്റയ്ക്കാണ് മുറിയിൽ കഴിച്ചു കൂട്ടി. ഏതാണ്ട് മാറിയായിട്ടുള്ള ഒരു ലെറ്റർ വീട്ടിലേക്ക് വന്നു. ഞാൻ ചിക്കൻ ബോക്സ് കഴിഞ്ഞ് കിടപ്പിലാണ്. ഞാൻ ചേട്ടനും ഒരു ബസ് വന്ന് ട്രെയിനിലൊക്കെ റിസർവേഷൻ കിട്ടാൻ പറ്റുന്ന ബസ് പിടിച്ച് 2 ദിവസം ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തി കണ്ടു. അപ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ ഭേദമായിരുന്നു. അതിൻ്റെ സൗകര്യം വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നുണ്ട്. ആ കാലഘട്ടം പറയും. അവിടെയും അവർ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷം PhD ആയി. PhDക്ക് വേറൊരു പ്രതിജ്ഞ കൂടി എടുത്തിരുന്നു ഗോപാലകൃഷ്ണൻ. ഞങ്ങളുടെ അറിവിലേക്ക് പറയാം പഠിത്തത്തിൻ്റെ നിശ്ചിതാർത്ഥം. PhDക്ക് ചേർന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ 999 ദിവസം കൊണ്ട് ഞാൻ തീസിസ് സമർപ്പിക്കുന്നു പറഞ്ഞു ഗോപാലകൃഷ്ണൻ. അതിനുള്ള പ്രവർത്തനം നിരന്തരം നടത്തും. വേറെ ഒരു കാര്യത്തില്ല, തൻ്റെ പഠിത്തത്തിനെ വിട്ടിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നില്ല. ആ പഠിത്തത്തിൽ 990 ദിവസം കൊണ്ട് തീസിസ് സമർപ്പിച്ചു. സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കണം. കേരള യൂണിവേഴ്സിറ്റിയിലെ അവർ തീസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ അവർ രജിസ്ട്രേഷൻ റിജക്റ്റ് ചെയ്തു. അന്നത്തെ കാലത്തൊന്ന് 5 വർഷമാണ് തീസിസിൻ്റെ ടൈം. 5 വർഷം കഴിയാണ്ട് തീസിസ് കൊടുക്കാൻ സബ്മിറ്റ് ചെയ്യാൻ രജിസ്ട്രേഷൻ പറ്റില്ല. അന്ന് ഇന്നത്തെ മാന്യമന്ത്രി JC ജോസഫായിരുന്ന മുൻ മന്ത്രിയൊക്കെ നമ്മുടെ ട്രിവാൻഡ്രം ലാ കോളേജിലെ പ്രിൻസിപ്പൽ നാരായണനാർ ഇവരൊക്കെ അന്നത്തെ സിൻഡിക്കേറ്റ് കമ്മിറ്റിയിലുള്ള കേരള യൂണിവേഴ്സിറ്റി. ഞാൻ ഇവരുടെയൊക്കെ കാര്യം വെച്ച് ഗോപാലകൃഷ്ണൻ ഹൈദരാബാദിലായതുകൊണ്ട് ഗോപാലകൃഷ്ണന് വേണ്ടി ഞാനാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചുകൊണ്ട് ദിവസവും പോകും. സാറേ എന്തെങ്കിലും ചെയ്യാൻ സാറേ അതിൻ്റെ തീസിസ് റെഡിയാക്കില്ല, ഒന്നും ചെയ്യാൻ നിർത്തില്ല, സിൻഡിക്കേറ്റ് റൂളാണെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ അവിടെയും കുറേ നെഗറ്റീവ്സ് ഗോപാലകൃഷ്ണൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ അത് ഇത് തന്നെയാണ് കാരണം. ഗോപാലകൃഷ്ണൻ ഈ നിലയിൽ എത്താനുള്ള അവൻ്റെ അനുഭവം ഒരുപാടുണ്ട്. അങ്ങനെ അവസാനം അവനിരിക്കുമ്പോഴാണ് ഈ റീജിയണൽ റിസർച്ച് ലാബറട്ടറിയിൽ സയൻറ്റിസ്റ്റിനെ റിക്രൂട്ട്, ജൂനിയർ സയൻറ്റിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യാൻ അങ്ങനെ അപ്ലൈ. സ്വാഭാവികമായിട്ടും അതിൻ്റെ പെർഫോമൻസും ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ട് അവനെ വിളിക്കാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ നടത്താൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേപോലെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ വന്നത് ഹൈദരാബാദിലെ ഗൈഡായിരുന്ന ഡോക്ടർ ലക്ഷ്മിനാരായണ വന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് 12 കുട്ടികളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം ഗോപാലകൃഷ്ണൻ സ്റ്റേജിൽ യു ആർ ഹിയർ, ദെൻ യു ആർ സെലക്ടഡ്, നോ ഇൻ്റർവ്യൂ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു ആക്ഷൻ കിട്ടുന്നത് ആ അവസ്ഥയിൽ അവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ചെന്നോർന്ന് തന്നെ ഗോപാലകൃഷ്ണൻ
ഇവിടെയും അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം വന്ന് CSIR എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ രാഷ്ട്രീയ കളിയാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ മരുമകനാണ് അവിടുത്തെ ഡയറക്ടറായിരുന്നത്, മാനേജിംഗ് ഡയറക്ടറായിരുന്നു CSIR. ഇവര് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ത് ചെയ്താലും കൊടുക്കില്ല. കുറെ കാലം ഞാൻ കയറി നിരങ്ങിക്കൊണ്ടിരുന്നു, ഇങ്ങനെ കയറി എന്തായി ചോദിച്ചത് അവർക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ പോയപ്പോൾ ആ CSIR-ലെ ഒരു പ്യൂൺ പറഞ്ഞു, സാറ് ഒരു കാര്യം ചെയ്യാം, ആ ക്ലർക്കിന് ഒരു എന്തെങ്കിലും ഒരു കൈക്കൂലി കൊടുക്കും, അയാൾ ഉടനെ ശരിയാക്കി തരണം. ഞാൻ അനിയനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കൈക്കൂലി കൊടുത്തിട്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ ഈ ഇത്രയും പഠിത്തത്തിൻ്റെ അധ്വാനം കൊണ്ട് കിട്ടുന്ന ജോലി എനിക്ക് മതി, അത് ക്ലർക്കായാലും തരക്കേടില്ല, എന്തായാലും തരക്കേടില്ല എന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഈ പോസ്റ്റ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്, നീ കൊടുക്കണ്ട, ഞാനത് കൊടുത്തിട്ടില്ല, അപ്പോയിൻമെൻറ്റ് ശരിയാക്കാമെന്നാണ്. അപ്പോൾ പറഞ്ഞു നീ അറിഞ്ഞോ അറിയാണ്ടോ ഇരുന്നോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ മറന്നേക്കും പറഞ്ഞു. ഞാൻ ഒരു 350 രൂപ അവിടുത്തെ ക്ലർക്കിന് കൈക്കൂലി പോയി. 4-ാം ദിവസം അപ്പോയിൻമെൻറ്റ് ലെറ്റർ കഴിയുന്നത് ഒരു സംഗതി അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അതിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഋഗ്വേദം പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. തൊട്ടടുത്ത് ഒരു ഘനവാണികളായിട്ടുള്ള ഗോപാലവാദ്യർ എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് ശരിക്കും വാസ്തവത്തിൽ ഭാരതീയ ചരിത്രം പൈതൃകത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത അവനെ ശക്തമായിട്ടുള്ള മനസ്സിലേക്കുള്ള ഒരു ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഋഗ്വേദം ഞങ്ങൾ മുഴുവൻ പഠിത്തം പൂർത്തിയാക്കിയ ഏകദേശം 3.5 വർഷം അവിടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ആ ഋഗ്വേദം മുഴുവൻ പൂർത്തിയാക്കി പഠിച്ചു. പിന്നെ അവർ പഠിത്തമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താമസം മാറി, വേറെ സ്ഥലത്ത് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറി. എങ്കിലും അവൻ്റെ നമ്മുടെ ഭാരതീയ പൈതൃകമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാനും ഇത് ചെയ്യാനും ജനങ്ങൾക്ക് കൊടുക്കാനും എന്നുള്ള ചിന്തയിൽ അവൻ കുറച്ചുകൂടി ശ്രദ്ധാലുവായി. അങ്ങനെ അവിടെ താമസം മാറ്റിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പം ഡോക്ടർ സാംബശിവൻ ഋഗ്വേദം ഹൃദയസ്ഥമാണ്. ഋഗ്വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ 64 അധ്യായം ഡോക്ടർ ന്യൂറോ സർജനായ വേൾഡ് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ സാംബശിവനെ ബൈഹാർട്ടാണ്. അപ്പം അദ്ദേഹം അതേമാതിരി അവർക്കുള്ളവർക്ക് പോലെ അച്യുതൻ നായരായിട്ട് വളരെ അടുപ്പം. കാരണം വെച്ചാൽ വെറുതെ ഇരിക്കുന്ന ടോർണത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയി ട്യൂഷൻ എടുക്കും. അച്യുതൻ നായർക്ക് വലിയ കാര്യം. അവർ കൂടി പിന്നെ വേറെ 2 പേര് ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടാണ് ഈ ശാസ്ത്ര പൈതൃകത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് സെന്റർ എന്ന് പറഞ്ഞുള്ള ഒരു സംരംഭത്തിൽ തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ വെറുതെ പ്രഭാഷണം മാത്രം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വേറൊരു ചിന്ത വന്നു, കുറച്ച് നമുക്കൊന്ന് പ്രഭാഷണത്തിൻ്റെ കാസറ്റ് പരമ്പരയാണ്. അതിൽ ആ പ്രഭാഷണത്തിലെ ഏറ്റവും വലിയ പരമ്പരയാണ് പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാഷണം. അതിൽ ശരിക്കും ആ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രഭാഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പാറശാലയിൽ അത് സൗകര്യങ്ങളെല്ലാം ചെയ്തു കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരാണ്. പക്ഷെ എന്ത് സഹായം വേണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്, കണ്ണൂരിൽ പാർട്ടി ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്ക് പ്രവേശനമില്ല. ആ പാർട്ടി ഗ്രാമത്തിന് ഉള്ളിൽ ഇവർ പ്രഭാഷണം അറേഞ്ച് ചെയ്താൽ പാർട്ടി ഗ്രാമത്തിൽ ജീവിക്കുന്നവർ താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ വന്ന് കേൾക്കും. കാരണം അവിടെ ഉള്ള ഈ പാർട്ടി പ്രവർത്തകരുടെ രാഷ്ട്രീയം ആ സമയത്തേക്ക് ഇല്ല. കാരണം അത്രയ്ക്ക് അധികം ആ കേൾക്കാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ത്വരയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുള്ള ആ ഭാഗങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ കൂടിയാണ് ഇത് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത് 5 പേര്. അതിൽ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം ആണ് മുഖ്യമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തു വന്നത്. ഡോക്ടർ സാംബശിവൻ അദ്ദേഹത്തിൻ്റെ ന്യൂറോ സർജൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിപുണനാണ്, വളരെ കഴിവുള്ളവനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേൾഡ് ന്യൂറോ സർജൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പദവി വെക്കുന്നത്. അതുപോലെ തന്നെ അച്യുതനായ ട്യൂഷൻ മേഖലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയോടും അച്ചടക്കത്തോടും കൂടി വളരെ കണിശമായിരിക്കുന്നതാണ്. അപ്പം അവരുടെ എല്ലാവരുടെയും കൂടി ചേർന്നുള്ള സംരംഭത്തിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്ഥാനം കൊടുത്തത്. ഗോപാലകൃഷ്ണൻ പിന്നെ ആ ഫീൽഡിലേക്ക് അങ്ങോട്ട് സയന്റിസ്റ്റിനായിരുന്ന ഗോപാലകൃഷ്ണൻ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് പിന്നെ മുഴുവൻ ഇതിലായി. അപ്പം ഒരു പ്രഭാഷണം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ഓഡിയൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി ഒരു എൻകറേജ്മെൻ്റ് ആയി. അതിൻ്റെ പേരിൽ അവസാനം വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായിട്ട് പലപ്പോഴും തെറ്റേണ്ടിയേ വന്നിട്ടുണ്ട്. കാരണം പ്രഭാഷണം ഒഴിഞ്ഞുള്ള നേരമില്ല. അപ്പം അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 വർഷത്തിൽ 1 ലക്ഷം ആൾക്കാരെ എങ്കിലും ഭാരതത്തിൻ്റെ പൈതൃകവും നമ്മുടെ സംസ്കാരവും ധർമ്മവും എത്തിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടുന്നത്. അതിൽ കുടുംബബന്ധങ്ങൾക്ക് കുറേ വർഷം വന്നു. കാരണം എൻ്റെ ലക്ഷ്യം ഇതാണ്. അപ്പോഴും ഞാൻ ഓർക്കുന്നത് ഞാൻ മാത്രം എന്നുള്ള ഒരു മനോഭാവം പുള്ളിയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ സംതിങ് ആണ്, അത് എന്നെ മാതിരി വേറൊരു വ്യക്തിക്ക് ആവുകയോ എന്നുള്ളതിനേക്കാൾ ഞാൻ മാത്രമാണെന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗോപാലകൃഷ്ണൻ ഇത് ചെയ്തുകൊണ്ട് ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് നിളാനദിയുടെ തീരത്തിൽ ഒരു സ്ഥാപനം
നമുക്ക് തുടങ്ങണം. അതിൽ പിതൃകർമ്മവും പിതൃപൂജയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഞാൻ സമയം ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു സ്ഥലം നോക്കി, ഏതാണ്ട് ഒരു 1.5 ഏക്കർ സ്ഥലം നോക്കി നമുക്ക് നോക്കാം, വേറെ എവിടെ കിട്ടാൻ നിർത്തിയില്ല എന്നുള്ള രീതിയിൽ അവിടെ നോക്കിയാൽ പോകാം. പരിസരത്തുള്ള ഒരു ചുറ്റുപാടുള്ളവർ മുഴുവൻ മുസ്ലിംസാണ്. നമ്മളവിടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉണ്ടാവും. കാരണം മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്താണ് പ്രധാനം തോന്നുന്നത്. അതുകൊണ്ട് അതുണ്ടാവുമെന്ന് പറഞ്ഞ് എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പാറമേക്കാവ് അമ്പലത്തിലെ പ്രഭാഷണത്തിന് കുറേ ആൾക്കാർ വന്ന് വിളിച്ച് ഇതിൻ്റെ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണം നടത്തുക. ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കൊട്ടിൽ മാരാത്ത് എന്ന് പറയുന്ന കുടുംബക്കാർ, എന്നാൽ നമുക്കറിയാം പഴയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖരൻ്റെ കുടുംബമാണ്, കുടുംബക്ഷേത്രമാണ്. അതിന് ഇത് ഇന്നൊന്നുമല്ല, ഇതിൻ്റെ ഫോട്ടോ നോക്കിയാൽ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് തടഞ്ഞ് എല്ലാം കൂടി താഴെ വീട് കിടക്കുന്ന ഒരു വ്യക്തിയായി ആ അവസ്ഥയിലിരിക്കുന്ന അദ്ദേഹം ഈ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നപ്പോൾ കാരണവരായിട്ടുള്ള അദ്ദേഹം, ബാക്കിയുള്ളവരൊക്കെ 100 കുടുംബമല്ല, അവരൊക്കെ ലോകത്തിൻ്റെ പല സ്ഥലത്തുള്ളവരാണ്. അവർ വന്നു കഴിഞ്ഞ് അദ്ദേഹം വന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് നേരം പുറത്ത് മാറി നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്ന് കാണണം ദേവനെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, അത് അങ്ങേക്ക് 30 സെൻറ്റ് അന്നത്, 30 സെൻറ്റ് ക്ഷേത്രമുണ്ട്. അത് എൻ്റെ മനസ്സിൽ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രം സുരക്ഷിതമായിരിക്കും എന്ന് തോന്നുന്നു, അതുകൊണ്ട് കൊടുത്താൽ കൊള്ളാമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് പിന്നെ 2 പേര് പിരിഞ്ഞതിന് ശേഷം വിളിച്ചതിന് ശേഷം പറഞ്ഞു എറണാകുളം ഭാരത് ടൂറിസവുമായിട്ട് ഇന്നത്തെ ഭാരത് ഹോട്ടലിൽ അവിടെ കൂടാമെന്ന് പറഞ്ഞു. അവിടെ കൂടി ചർച്ചകളൊക്കെ ചെയ്തു. ശരി കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മനസ്സിൽ മാറി, അവിടെ എന്തായാലും ശരിയാവില്ല, ഇവിടെ ഇത്ര സ്ഥലം കിട്ടിയല്ലോ, ബാക്കി നമുക്ക് ഒരു ക്ഷേത്രാന്തരീക്ഷം ഉണ്ടല്ലോ, നമ്മുടെ പൈതൃക പഠനത്തിനും എല്ലാത്തിനും ഇത് ഗുണം ചെയ്യുന്നുള്ള രീതിയിൽ സമ്മതിച്ചു. അദ്ദേഹം വന്നൊരു 30 സെൻറ്റ് സ്ഥലവും 2 ലക്ഷം രൂപയെ കൊടുത്തു. ഇപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തു. ആ 2 ലക്ഷം രൂപ മുഴുവൻ ഈ അമ്പലത്തിൻ്റെ നന്നാക്കലിനായിട്ട് ഇത് ചെയ്തു. പിന്നെ ഓരോ പ്രഭാഷണത്തിൽ ചെല്ലുമ്പോഴും പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ആഗ്രഹമുണ്ട്, ഭാരതത്തിൻ്റെ പൈതൃക പഠന കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ളത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിനെ സഹായിക്കാമെന്നുള്ള ഇത് പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കിയാൽ ഈ ഇത്രയും വലിയ സമുച്ചയം, ഈ 15 ഏക്കർ സ്ഥലം മേടിച്ചത് മുഴുവൻ തൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന ആ മനസ്സറിഞ്ഞ് തരുന്ന 10 രൂപയ്ക്ക് 10 രൂപ 100 രൂപയ്ക്ക് തോന്നുക, അല്ലെങ്കിൽ ലക്ഷമെങ്കിൽ ലക്ഷം അന്ന് ആ പൈസയിലാണ് ഗോപാലകൃഷ്ണൻ്റെ ഇതിനുള്ളിൽ ഗോപാലകൃഷ്ണൻ്റെ ആത്മാവല്ലാണ്ട് ഒരു മൺതരി പോലും ഗോപാലകൃഷ്ണൻ്റെ വകയായിട്ടില്ല. അത് സന്തോഷത്തോടുകൂടി ഗോപാലകൃഷ്ണൻ കൊണ്ട് നമ്മളും വീട്ടുകാരോട് ഇതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല, ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ നമ്മളെ കൊണ്ടാവുന്നത് സഹകരിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ യാതൊന്നും നമുക്ക് ഇതിൽ ആവശ്യപ്പെടാനില്ല. ഇത് പൊതുസ്വത്താണ്, ഭാരതത്തിലായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പൈതൃകമായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറണമെന്നുള്ള ഉദ്ദേശത്തിൽ ഗോപാലകൃഷ്ണൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉയർന്നത്. ഇതിലൊക്കെ പലരും ലക്ഷക്കണക്കിന് രൂപ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലരും മാസമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ പഠന കേന്ദ്രം ഇത് ഉയരണം എന്നുള്ളത് ഇന്ന് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ ഗോപാലകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ വിട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ശൂന്യത ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വീടുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ആ ശൂന്യത ഉണ്ട്, നികത്താനാവാത്തൊരു ശൂന്യതയാണ്. ആ ശൂന്യത ഈ കഴിഞ്ഞ ഗോപാലകൃഷ്ണൻ പോയതിന് ശേഷം ഒരു വർഷത്തോളം നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം സ്കൂളിൽ അഡ്മിഷൻ നടക്കില്ല, മാനേജ്മെൻറ്റ് നേരെ പോകുന്നില്ല, എന്തൊക്കെയുള്ള അമ്പലത്തിലെ ആൾക്കാരെ ശാന്തിക്കാരെ പൂജക്കാരെ ഒന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും സ്വീകാര്യമാവണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആർക്കും വേണമെങ്കിൽ പ്രവേശിക്കാം, പാൻറ്റും ഷർട്ടും പ്രവേശിക്കാം, പിന്നെ കണ്ണി കണ്ട വഴിപാടൊന്നും നമ്മുടെ ചെയ്യില്ല. ഭഗവാനെ നിവേദ്യപ്രസവമായിട്ട് ഒരു പ്രസാദം മാത്രമേ ചെയ്യൂ. എനിക്ക് പാൽപ്പായസം വേണം, നെയ്പായസം വേണം, അടപ്രഥമൻ വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ സാധ്യമല്ലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു ജനകീയമായിട്ടുള്ള ഒരു ക്ഷേത്ര മത്സരം. അതുപോലെ തന്നെ ഇവിടെ ശിവരാത്രിക്കുള്ള ഒരു പൂജ, പിതൃപൂജ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവർക്ക് വന്നു പൂജാരിയെ കൊണ്ട് ചെയ്യിച്ച് അവരവർക്ക് ഹോമം ചെയ്തിട്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയൊക്കെ ഇവിടെ ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യമാണ്, സാമ്രാജ്യം തന്നെ പറയാം. കാരണം ഈ 15 ഏക്കർ 30 സെൻറ്റിൽ നിന്നാണ്. അതിനുശേഷം അവർ കുറെ കൂടി പൈസ കുറെ കൂടി തരാമെന്ന് പറഞ്ഞ് തന്നത്. എല്ലാം ഓരോരുത്തരും തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പൈസയിൽ നിന്ന് 1 കോടി വരെയുള്ള പൈസ മുഴുവൻ ഇവിടെ ഈ പൈതൃക പഠനവും പൈതൃകം അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവരുടെ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. ഈ പ്രഭാഷണത്തിൽ പോയാൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് തരം പ്രഭാഷണത്തിന്
സ്കൂളിലേക്കാണെങ്കിൽ അന്നത്തെ കാലത്ത് നിന്ന് ശമ്പളം കൊടുക്കാൻ പോലും നേരമില്ല. ഇവിടെ അന്നത്തെ കാലത്ത് വെച്ചാൽ കുട്ടികൾക്ക് കൈക്കൂലിയൊന്നും മേടിക്കാറില്ല. കുട്ടികളൊക്കെ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അധികം അവർക്കൊക്കെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ ടീച്ചർമാർക്കൊക്കെ ശമ്പളം കണ്ടെത്താനുള്ള സാഹചര്യമെല്ലാം ഉണ്ടാകുന്ന അമ്പലത്തിലാണെങ്കിൽ വലിയ വഴിപാടൊന്നും വരാറില്ല. കാരണം ഒന്നും ഒരു ഊരായ്മ ക്ഷേത്രമാതിരി ഒരു പ്രൈവറ്റ് ക്ഷേത്രമാതിരി ഉള്ളത് കൊണ്ട് അവരുടെ പൈസയൊന്നും വരുന്ന ഒരവസ്ഥയില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം മാറി ജനങ്ങൾക്ക് ബോധവാന്മാർ. വാസ്തവം എൻ്റെ ഈ തലമുറയിൽ അവസാന ഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ. എൻ്റെ ഏകദേശം 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ജീവിതമാണ് നമ്മുടെ പൈതൃകം എന്താണെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായത്. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് സംശയം തന്നെ വേണ്ട. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സംസ്കാരത്തെ പറ്റി കഴിഞ്ഞാൽ കൃഷ്ണൻ കംസനെ അമ്മാവനെ കൊണ്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. ആ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇന്നതല്ല. ഇന്ന് ശരിക്കും ഉൾപ്പത്തിന് ആദ്യം നമുക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നുള്ള രീതിയിൽ ഗോപാലകൃഷ്ണന്റെ പ്രവർത്തനം ലോകം മുഴുവൻ ആവശ്യിച്ചു. ഗോപാലകൃഷ്ണൻ അർദ്ധരാത്രിക്ക് പോലും ഗോപാലകൃഷ്ണൻ കാള് വരാറുണ്ട്. ദൂരസ്ഥലത്തില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം എന്താ ചെയ്യുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കും, ഈ പാതിരാത്രി എന്നെ വിളിക്കണം, നേരെ വിളിച്ചിട്ട് പോയത് അതല്ല, എനിക്ക് ഇപ്പം തന്നെ സാറിൽ നിന്ന് എനിക്ക് അതിന് മറുപടി കിട്ടണം, എന്താ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു ജീവിതം പലതും കണ്ടും കേട്ടും ഞാൻ പങ്കാളിയായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് 2-3 വോളിയമായിട്ട് ഗോപാലകൃഷ്ണൻ്റെ ജീവചരിത്രം മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ, അത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതല്ല, അത് മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നല്ലതെന്ന് കാണുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നിരവധി ആൾക്കാർ പഠിച്ചു. പലരും എൻ്റെ അടുത്ത് തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഗോപാലകൃഷ്ണൻ അതിലുണ്ട്, സാറിൻ്റെ പേര് പല സാധനം ഉച്ചരിച്ചിട്ടുള്ള രീതിയിൽ എന്നെ വിളിച്ച് പറയാം. എന്തായാലും ശരി, ഈ സ്ഥാപനം ഗോപാലകൃഷ്ണൻ ഒരു വർഷം ഒരു മാനത ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുള്ള പ്രഗത്ഭരായിട്ട് പ്രിൻസിപ്പലും അതേമാതിരി മാനേജർമാരും ഇതിൻ്റെ നടത്തിപ്പുകാരായ സുരേന്ദ്രൻ മാഷും എല്ലാവരും ചേർന്ന് ഈ സ്കൂളിനെ വിളിപ്പിച്ചു കൊടുത്തത്. അവരുടെ പ്രവർത്തനങ്ങളൊപ്പം നമ്മൾ ഓരോരുത്തരും അതേ ഗോപാലകൃഷ്ണന്റെ ലക്ഷ്യം എത്താനുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരു വാക്കുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കണമെന്ന്. അതിന് പ്രാഥമിക പേപ്പറൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ കൂടുതലായിട്ട് ചെയ്യില്ല. പക്ഷെ ഇന്ന് അതിന് തരപ്പെടുത്തുന്ന രീതിയിലുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അതിന് പ്രഗത്ഭരായിട്ടുള്ള, അതിന് നല്ല സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കാനുള്ള മാനേജ്മെന്റ് ടീം അതിനുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ളവരുമായിട്ടുള്ള ടീച്ചർമാരുണ്ട്. കുട്ടികളെ നാം സജ്ജരാക്കുന്നതിന് അവരുടെ സാംസ്കാരികവും ശാസ്ത്രീയമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള, അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള നല്ലൊരു കൂട്ടം അധ്യാപകരുടെയൊക്കെ നമുക്ക് ഈ ലോകത്തെ തന്നെ നന്നാക്കാൻ ഈ പൈതൃക കേന്ദ്രം കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ വേളയിൽ അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.